ഹരേ കൃഷ്ണ. ഭഗവാൻ ആരാണെന്ന് വ്യക്തമായി മനസ്സിലാക്കാത്തിടത്തോളം കാലം നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും തെറ്റുകൾ സംഭവിക്കാം. അങ്ങനെ തെറ്റൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു പോംവഴി എന്ന് പറയുന്നത് ഭഗവാനെ നമ്മൾ ശരണം പ്രാപിക്കുക എന്നുള്ളത് മാത്രമാണ്. വിശ്വരൂപ ദർശനം കിട്ടിയതിന് ശേഷമാണ് അർജുനന് ഭഗവാനെ ശരിക്കും മനസ്സിലായതും. ഭഗവാനോട് അർജുനൻ പ്രാർത്ഥിക്കുന്നുണ്ട്, തസ്മാത് പ്രണമ്യ പ്രണീതായ കായം പ്രസാദയേ ത്വാമഹമീശമീഡ്യം പിതേവ പുത്രസ്യ സഖേവ സഖ്യു പ്രിയപ്രിയായാർഹസ്യ ദേവസോട്ടും. അതായത് ഈ ലോകത്തിന് മുഴുവനും ഈശ്വരനും കീർത്തനീയനുമായ അങ്ങയെ സാഷ്ടാംഗം നമസ്കരിച്ച് പ്രസാദിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പുത്രൻ്റെ തെറ്റുകളെ പിതാവും സ്നേഹിതൻ്റെ തെറ്റുകളെ സ്നേഹിതനും ഭാര്യയുടെ തെറ്റുകളെ ഭർത്താവും ക്ഷമിക്കുന്നത് പോലെ അല്ലയോ ദേവ, എൻ്റെ തെറ്റുകളെ അങ്ങ് ക്ഷമിക്കണമെന്നാണ്. അതായത് ഒരു അച്ഛൻ്റെ വാത്സല്യവും സുഹൃത്തിൻ്റെ സ്നേഹവും ഭർത്താവിൻ്റെ പ്രേമവും ഒരുമിക്കുന്ന ആ കാരുണ്യമൊക്കെ നമുക്കും കിട്ടണമെങ്കിൽ നമ്മളും ഒരു പുത്രൻ്റെ ഭാവത്തിൽ, ഒരു നല്ല സുഹൃത്തിൻ്റെ ഭാവത്തിൽ, നല്ലൊരു ഭാര്യയുടെ ഭാവത്തിൽ ഭഗവാനെ ശരണം പ്രാപിക്കുക. അപ്പം നമ്മുടെ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഭഗവാൻ മറക്കുകയും പൊറുക്കുകയും ചെയ്യും. അതായത് ഭഗവാനെ ശരണം പ്രാപിക്കുന്ന ഏത് ഭക്തൻ്റെയും തെറ്റുകൾ ക്ഷമിക്കാനായിട്ട് ഭഗവാൻ സദാ സന്നദ്ധനാണ്. അപ്പം നമുക്കും ഇതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അർജുനൻ പ്രാർത്ഥിക്കും പോലെ തന്നെ നമുക്കും ഭഗവാനോട് പ്രാർത്ഥിക്കാം. ഭഗവാൻ നമ്മുടെ എല്ലാ തെറ്റുകളും ക്ഷമിക്കുകയും പൊറുക്കുകയൊക്കെ ചെയ്യും. ഹരേ കൃഷ്ണ.